3 വേഗം പോ. എറി ഇങ്ങനെ തട്ട്, ഇങ്ങനെ ഇങ്ങനെ ചെറു തട്ട്, അങ്ങനെ അടിക്ക. ഇതേ കൈ കൊണ്ട് ഇങ്ങനെ അടി. എങ്ങനെ ആ പോടി. തൂയിക്കോ തൂയിക്കോ അങ്ങനെ ഇങ്ങനെ അടിക്ക എന്നാട്ടോ. എന്താണ് ചുമ? എന്തൊരു ചുമ? എന്തൊരു ചുമ? നാട്ടുകാരെ ഓടി വരണേ. അയ്യോ ചത്തു ചത്തു. ചത്തുപോയ നമ്മൾ എന്താ ചെയ്യാനെന്താ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? എന്തിന്? അവിടെ കിടക്കട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ. ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട, വേണ്ട, അവിടെ കിടക്കട്ടെ. കേട്ടോ, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലടാ ഉടുപ്പ് വരണ സൂചി കുത്താനെന്നാ പറഞ്ഞ. അമ്മ സൂചി തരാം. സൂചി പേടാണ്ടത്, സൂചി പേടിയാ. എന്നാ ഓക്കെ, കുത്തിക്കോ. പേടിയാ നന്ദേ, നന്ദേ നന്ദേ പേടിയാ നന്ദേ. വേദനിപ്പിക്കാതെ കുത്തുവോ? വേദനിപ്പിക്കാതെ കുത്തണേ. ആ മെല്ലെ, ആ വേദനിക്കാതെ. അയ്യോ കുത്തിയത് അറിഞ്ഞതേ ഇല്ല. കുത്തിയില്ലേ? കുത്തി കഴിഞ്ഞോ? ഞാൻ ജീവിച്ചില്ല, ഞാൻ ചത്തു. മരുന്ന് മാറിപ്പോയി നന്ദേ, ചത്തു. അങ്ങനെയല്ല സൂചി കുത്തണ്ട, ഞാൻ കാണിച്ചതാ. കിടക്ക്. ഞാൻ എങ്ങനെ അറിയാം നമ്മള് സൂചി കുത്താ? സൂചി കുത്താ അങ്ങനെ മറ്റേ ടൂറ് പോണ പോലെ ഇരിക്കുക. ഇങ്ങനെ മര്യാദക്ക്. അയ്യോ പാവം കുട്ടിക്ക് ഒരു സൂചി വെച്ചാൽ റെഡി ആവും കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ കാട്ടറിയോ? അപ്പൊ ഞാൻ ഇങ്ങനെ നന്ദേനെ ഇവിടെ ഇങ്ങനെ തോണ്ടില്ലേ? അപ്പൊ എന്താ അറിയണില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ 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 പോയി പോയി കുത്തി. ഞാൻ സൂചി കുത്തിയായിരുന്നോ? ഏതോ ഇല്ലല്ലോ. ചോരട്ടി ഗ്രീൻ കുട്ടിച്ചാത്ത നീച്ചക്ക്. ഓം ഗ്രീൻ കുട്ടിച്ചാത്ത കിടക്ക്. ഓ ഗ്രീൻ കുട്ടിച്ചാത്ത നീച്ചക്ക്. ഞാൻ ഓം ഗ്രീൻ കുട്ടിച്ചാത്ത നീച്ച് നിക്കണം കേട്ടോ. നീച്ചെന്ന് 2 ചാട്ടം കേട്ടോ. ഓം ഗ്രീൻ കുട്ടിച്ചാത്ത നന്ദ നീച്ചെന്ന് 2 ചാട്ടം. നിലത്തിക്കല്ല, കാലൊടിയും, കാലൊടിയും മോളെ. എന്തൊരു അനുസരണ. കൂടാരെ കുതിര ചാടണ പോലെ അല്ലേ? ചാടുവോ? നിലത്തേക്ക് ചാടും. ആ നിലത്തേക്ക് അടിക്കും. അവിടെ നേരെ നിലത്തേക്ക് അടി ചാടിക്കോ. ആ മെനു ഊരി കൊടുത്താടാ, തണുപ്പിനിട്ടതാ. അത് കീറിണ്ട്. കൈ നോക്ക്. ബനാനെ ഒരു ഇത് എവിടെ നിന്ന് കിട്ടിയ നാട്ടുകാരെ? അക്കൊണ്ട് പറഞ്ഞേ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ. അല്ല മറ്റേ പാടല്ലേ? അയ്യോ നാട്ടുകാരെ ഓടി വരണേ, കടക്ക് തീ പിടിച്ചേ. ഏതാണ്? മിന്നൽ മുരളി. അതൊന്നുമല്ല ആണ്. അയ്യോ നാട്ടുകാര് കടക്ക് തീ പിടിച്ചേ. നീ ഓങ്കറി കുടിച്ചാത്താ നന്ദ കിടക്ക്. ഇന്ന് രാവിലെ എനിക്ക് കേൾക്കണോ? രാവിലെ ഉണ്ടായതാണേ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നന്നായിട്ട് അറിയാട്ടോ.
അപ്പം തൊട്ട് തുടങ്ങി നാടകം. കണ്ണിന്റെ അവിടെ പാട്. ആ മാന്തിയതാണ്. വയ്യാന്ന് പറഞ്ഞിട്ട് ചുമയും ഛർദിയും. നാടകമല്ല കേട്ടോ, രാവിലെ ചുമച്ച് ഛർദിച്ച്. പിന്നെ ഞാൻ ലീവ് വിളിച്ച് ചോദിച്ചു. ലീവ് ഞങ്ങൾക്ക് കിട്ടാത്തയാ, പക്ഷെ എന്നിട്ട് ലീവ് കിട്ടി. അപ്പോൾ ഞാൻ ലീവാ. ഇഡ്ഡലി ഉണ്ട് അവിടെ, കണ്ടോ? ഇനി എപ്പോഴാ ഞങ്ങൾ രാവിലെ എന്നിട്ട് ലീവൊക്കെ വിളിച്ച് പറഞ്ഞ് അക്കൂനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നതാ. മുറിച്ചെടുക്കണോ? ഞാൻ പോയിട്ടോ. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഞാൻ പോട്ടെ. ഒരു കത്തി ഇതാന്ന് മുറിക്കാൻ. അജി പോട്ടെ, ടാറ്റ കൊടുക്ക്. ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ. നിന്നോടും പറയും ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നു കാര്യം. എനിക്ക് ലീവ് എടുക്കാൻ പറ്റുമോ? വേണ്ട. അമ്മ പോകുമ്പോ മാത്രമേ കരയുള്ളൂ. ഞാൻ പോകുമ്പോ കരയോ? അയ്യോ അജി പോവല്ലേ പറ. ഒച്ച പോയോ? ഞാൻ പോകുമ്പോ അങ്ങനെ കരയോ? ഞാൻ പോവാ. നന്ദ വിടല്ലോ എന്നെ പോവാൻ. ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടോ. പോയിക്കോ. അയ്യോ അജി പോവല്ലേ പറ. പറ അയ്യോ അജി പോവല്ലേ പറ. അയ്യോ അജി പോവല്ലേ പറ. എടാ അതിന് വേദന ഉണ്ടാവും അങ്ങനെ. എന്തൊരു നാടകാലേ. അയ്യോ അജി പോവല്ലേ പറ. ഓങ്കരി കുടിച്ചതാ. എന്താ കിടക്ക്. ഗുഡ് നൈറ്റ്. ഉച്ചക്ക് വരുമോ? ബൈ ബൈ ബൈ. ഇത് ഉപ്പാണ്. നിനക്ക് ഇഡ്ഡലി തരട്ടെ? അമ്മ എടുത്ത് നോക്കണ്ട, അമ്മയ്ക്ക് ഉപ്പ് തന്നെയാണ്. നിനക്ക് ഉപ്പുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉപ്പാവും. നിനക്ക് ഇഡ്ഡലി തരട്ടെ? ഇഡ്ഡലി തരട്ടെ? അയ്യേ സൂപ്പറാ. അതോ വറക്കണം കേട്ടോ, വറുത്തിട്ട് തരാം. ഇത് വറുത്തിട്ട് അമ്മ തരണ്ട്. അതിൽ കളിക്കല്ലേ, അത് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. നിനക്ക് ഇഡ്ഡലി തരട്ടെ? എന്താ ഇഡ്ഡലി തരട്ടെ? എപ്പോൾ കൊണ്ടുതരാം കേട്ടോ. ഉപ്പായോണ്ടാണ് അത് വായിലിടാനുള്ള കളി എനിക്കറിയാം. ഛർദിക്കും, എല്ലാം അറിയാലോ. നിനക്ക് അമ്മ ഇഡ്ഡലി കൊണ്ടു തരട്ടെ?